നഗ്നചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി മധ്യവയസ്കയായ ഒരു സ്ത്രീയിൽ നിന്നും പണം തട്ടിയ കേസിൽ നടൻ ഷിയാസ് കരീമിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. ഷിയാസ് കരീം സ്ത്രീയോട് പണം ആവശ്യപ്പെടുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തുവന്നത്. കൊച്ചിയിൽ താമസിക്കുന്ന മധ്യവയസ്കയായ ഒരു സ്ത്രീയാണ് ഷിയാസിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. പരാതിക്കാരിയുമായി പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെങ്കിലും വിവാഹ വാഗ്ദാനം നൽകി വിശ്വസിപ്പിച്ച് അവരെ വഞ്ചിക്കുകയും ശാരീരികമായി ചൂഷണം ചെയ്യുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി അവ പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ജിം തുടങ്ങാനെന്ന വ്യാജേനെ സ്ത്രീയിൽ നിന്നും ഏകദേശം 65 ലക്ഷം രൂപയോളം ഷിയാസ് തട്ടിയെടുത്തു. വീഡിയോയിൽ ഷിയാസ് കരീമിൻ്റേതെന്ന് കരുതപ്പെടുന്ന നിർണായകമായ ശബ്ദരേഖകൾ തെളിവായി പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. ആദായനികുതി ഉദ്യോഗസ്ഥരെ വെട്ടിക്കാനായി അക്കൗണ്ടിൽ പണം വേണ്ടെന്നും നേരിട്ട് പണമായി മതിയെന്നും ഷിയാസ് പറയുന്നത് ഒരു ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ്. 10 ലക്ഷം രൂപ പെട്ടെന്ന് അയക്കണമെന്നും ജിം സെറ്റ് ചെയ്യാൻ ഇത് ആവശ്യമാണെന്നും ഇയാൾ പറയുന്നു. മരണം വരെ കൂടെയുണ്ടാകുമെന്നും സപ്പോർട്ടായി നിൽക്കുമെന്നും പറഞ്ഞ് സ്ത്രീയെ വിശ്വസിപ്പിക്കുന്ന സംഭാഷണങ്ങളും ഇതിലുണ്ട്. ഷിയാസ് കരീമിനെതിരെ ഗുരുതരമായ ലൈംഗിക സാമ്പത്തിക വഞ്ചനാ പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. മധ്യവയസ്കയായ സ്ത്രീ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കേവലം ശാരീരിക പീഡനത്തിനപ്പുറം ആസൂത്രിതമായ വഞ്ചനയുടെയും ചൂഷണത്തിന്റെയും വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പരാതിക്കാരിയോട് 10 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നതിന്റെ അടക്കമുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കയ്യിൽ തന്നാൽ മതി എന്ന് ഷിയാസ് പറയുന്നു. അക്കൗണ്ടിൽ ഇട്ടാൽ ഇൻകം ടാക്സ് ഇഷ്യൂ വരും, അതുകൊണ്ട് നീ പൈസയായിട്ട് കയ്യിൽ തന്നാൽ മതി. അല്ലെങ്കിൽ തന്നെ 2 വർഷമായിട്ട് ടാക്സ് അടച്ചിട്ടില്ല, അക്കൗണ്ടിലിട്ടാൽ പണി കിട്ടും എന്ന് ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. കുറച്ച് കടമൊക്കെ വന്നതുകൊണ്ടാണ്. 10 ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് തുടങ്ങാം. ജിം എന്തായാലും സെറ്റാക്കും. 20 ലക്ഷത്തിന് തീർക്കണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കുറച്ച് പൈസ എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ നീ ചെയ്തു തരണം. കുറച്ച് ടൈറ്റ് വരുമായിരിക്കും, റെഡിയാക്കി എടുക്കാം. എന്തായാലും സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്യണം, കുറച്ച് വൃത്തിയാക്കണം എന്ന് മറ്റൊരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഒരു ദിവസം 1 ലക്ഷം പിൻവലിക്കാൻ പറ്റുമോ എന്ന് മറ്റൊരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം, അത് 5 ലക്ഷത്തിലേറെയുണ്ട്, അത് ക്ലോസ് ചെയ്യണം എന്നും പറയുന്നു. നല്ല സമയത്തും ചീത്ത സമയത്തും കൂടെ ഉണ്ടായാൽ മതി, സപ്പോർട്ടായിട്ടും തണലായിട്ടും. അതിനിടെ എന്ത് നടന്നാലും നമുക്ക് ബോണസാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല, നീ എൻ്റെ മരണം വരെ കൂടെ ഉണ്ടാകണം. ഞാൻ ഫസ്റ്റ് മരിക്കുകയാണെങ്കിൽ നീ ഉണ്ടാകണം, ഖബറിൽ മണ്ണിടാനായിട്ട്. നീയാണ് മരിക്കുന്നതെങ്കിൽ ഞാനുണ്ടാകും എന്നും ഒരു വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു. പരാതിക്കാരി തൻ്റെ പരാതിയിൽ എവിടെയും തന്നെ ബലാത്സംഗം ചെയ്തതായി പറയുന്നില്ല. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്നത്. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തതായും ബന്ധത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി അവ പോൺ സൈറ്റുകളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ മാനസികമായി തളർത്തുന്നതായും അവർ ആരോപിക്കുന്നു. ശാരീരിക ചൂഷണത്തിനോടൊപ്പം തന്നെ സാമ്പത്തികമായ വലിയൊരു തട്ടിപ്പും നടന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ജിം സ്ഥാപിക്കാനെന്ന വ്യാജേനെ പരാതിക്കാരിയിൽ നിന്നും ഏകദേശം 65 ലക്ഷം രൂപയോളം ഷിയാസ് തട്ടിയെടുത്തുവെന്നാണ് വിവരം. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ വെട്ടിക്കുന്നതിനായി പണം അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ട് കൈമാറണമെന്ന് ഷിയാസ് ശബ്ദരേഖയിൽ പറയുന്നുണ്ട്.